ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനൊരു 400 ഗ്രാം ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. മുള്ളുള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ബോൺലെസ് പീസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എൻ്റെ കയ്യിൽ രണ്ടും കൂടി മിക്സ് ചെയ്തതുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതും കൂടി ഒഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റോളം മാറ്റി വയ്ക്കാം. ഇതിന് 30 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ നോക്കാം. അതിനായിട്ട് 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സവോളയും എരിവിനാവശ്യമുള്ള 3 പച്ചമുളക്, ചെറിയൊരു 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഈ രീതിയിലാണ് ക്യാപ്സിക്കം സവോളയൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ക്യാപ്സിക്കം ഞാൻ ഒരു പകുതിയോളമാണ് 2 എടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്രീൻ കളറാണ് കയ്യിലുള്ളതാണെങ്കിൽ ക്യാപ്സിക്കം അത് ഇട്ടാൽ മതി. എൻ്റെ അടുത്ത് ഇത് അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ കളറിലുള്ളത് എടുത്തത്, കുറച്ചുകൂടി കളർഫുള്ളായിട്ടിരിക്കാനായിട്ട്. ഇനി അടുത്തത് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. മുപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കനൊക്കെ ഒന്ന്. ഓയിൽ നന്നായി ചൂടായ ശേഷം ചിക്കൻ പീസൊക്കെ ഒന്ന് ഇട്ടെടുക്കാം. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം മറുവശവും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ ഒന്ന് കോരി മാറ്റാം. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കട്ട് ചെയ്തത് കൂടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് കളർ ചേഞ്ച് ആയതിനു ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. സവോളയും ക്യാപ്സിക്കവും അധികം കുക്കായി വരണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചിക്കനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടി ഒഴിക്കാം. അതുകൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പിനകം വരെ ആകാം. അതൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1/2 കപ്പ് ഒഴിച്ചാൽ അതനുസരിച്ച് ഗ്രേവി തിക്കായിരിക്കും, അത്ര ഗ്രേവി വരത്തില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ ഗ്രേവി വേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല, പിന്നെ സോയ സോസിൽ ഉപ്പ് കാണും, അതുകൊണ്ടാണ് ഒന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ മിക്സ് കൂടി ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് മിക്സ് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴേ തന്നെ ഒന്ന് തിക്കായി വന്നോളും. അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഫ്ലേവറാണ്, കഴിക്കാനും നല്ലൊരു അടിപൊളി ടേസ്റ്റായിരുന്നു. എന്തായാലും ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ഫ്രൈഡ് റൈസാണ്. ആ വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.